ഹലോ ഫ്രണ്ട്സ്, വളരെ ഈസി ആയിട്ട് പൊട്ടറ്റോ മെഴുക്ക് വരട്ടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ചോറ്, ചപ്പാത്തി, തൈര് സാദം ഇതിൻ്റെയൊക്കെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് കേട്ടോ ഇത്. പാൻ ചൂടായി കഴിഞ്ഞാൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും, കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത്, രണ്ടും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഈ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും തീ വളരെ ലോയിലിടണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇത് വല്ലാണ്ട് നൈസാവാതെ ഒരു മീഡിയം വലിപ്പത്തിൽ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കണം. ഓയിലും പൊടികളും പൊട്ടറ്റോ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന തരത്തിൽ നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു പകുതി വേവാവുന്നത് വരെ നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഒരു തുള്ളി പോലും വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇത് ഇടയ്ക്ക് ഒന്ന് മൂടി തുറന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു പകുതി വേവൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഒരു സബോള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഭാഗവും ഒരേ കളറായി കഴിഞ്ഞാൽ നമുക്ക് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്നുകൂടെ കുക്ക് ചെയ്യണം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മെഴുക്ക് പുരട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില കൂടെ ഇതിലേക്ക് ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ് കേട്ടോ കിട്ടുന്നത്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.